തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരത്തെ മോസ്ക് ലൈനിലാണ് ദിനരാജും ഭാര്യ മനോരമയും താമസിച്ചിരുന്നത്. ദിനരാജിന് 68 വയസ്സും മനോരമയ്ക്ക് 62 വയസ്സുമാണ് പ്രായം. ഇവർ രണ്ടുപേരും സർക്കാർ ജീവനക്കാരായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി വീട്ടിലിരിക്കുകയാണ്. മനോരമ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്തിരുന്നവരാണ്. ഇവർക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. അയാളിപ്പോൾ വിദേശത്താണ്. ഇപ്പോൾ ഈ വീട്ടിൽ ദിനരാജും മനോരമയും മാത്രം. ഇവരുടെ വീടിനടുത്തായിട്ട് ഒരാൾ സ്ഥലം വാങ്ങി ഒരു 2 നില വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ആ വീടിൻ്റെ പണിക്കായി വന്ന 5 പശ്ചിമ ബംഗാൾ സ്വദേശികളും ആ വീടിൻ്റെ അടുത്ത് ഷെഡ് കെട്ടി താമസിക്കുന്നുണ്ട്. ഈ 5 ബംഗാളികളും വളരെ ചെറിയ പ്രായമുള്ള യുവാക്കളാണ്. 20, 21, 22 വയസ്സൊക്കെ ഇവർക്കുള്ളൂ. ബംഗാളികൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. വളരെ നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരായിരുന്നു ഈ ബംഗാളി പിള്ളേർ. അവരുടെ നല്ല പെരുമാറ്റം കണ്ട് തന്നെ മനോരമയും ദിനരാജും അവരുമായിട്ട് വളരെ നല്ല അടുപ്പത്തിലുമായി. ഇവർക്ക് ആകെയുള്ളൊരു ബുദ്ധിമുട്ട് വെള്ളമായിരുന്നു. അവർക്ക് ആവശ്യമുള്ള വെള്ളം തൻ്റെ മുറ്റത്തെ കിണറ്റിൽ നിന്നും എടുക്കാൻ ദിനരാജ് അനുവാദവും കൊടുത്തു. അങ്ങനെ പോകയാണ് ദിനരാജിൻ്റെ മകൻ വിദേശത്തിരുന്നു കൊണ്ട് വർക്കലയിൽ കുറച്ച് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ തീരുമാനിക്കുന്നത്. ഇതിൻ്റെയൊക്കെ മേൽനോട്ടം ദിനരാജിനാണ്. അയാൾ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് എന്നും രാവിലെ ഉച്ചത്തെ ഭക്ഷണവും കൊണ്ട് പോകും. പിന്നെ ദിനരാജ് വരുന്നത് വൈകിട്ടാണ്. മനോരമയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ് ആ സ്ത്രീയെപ്പറ്റി. മറ്റുള്ളവരെ ആവും പോലെ സഹായിക്കണമെന്ന ഒരു മനസ്ഥിതിയുള്ള ഒരു പാവം സ്ത്രീ. എപ്പോഴും ഒരു ചിരി അവരുടെ മുഖത്ത് കാണും. റിട്ടയർമെൻ്റ് ലൈഫ് മനോരമ എൻജോയ് ചെയ്താണ് ജീവിക്കുന്നത്. ഇവരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി അയൽപക്കക്കാർക്കും ഈ ബംഗാളി പിള്ളേർക്കൊക്കെ കൊടുക്കുക എന്നതാണ്. എപ്പോഴും എന്തേലും ജോലിയും ചെയ്തുകൊണ്ട് അടുക്കളയിൽ തന്നെ കാണും ഈ സ്ത്രീ. ഇവരുടെ ജീവിതം ഇങ്ങനെ സന്തോഷകരമായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഇവർ കിടന്ന് ഉറങ്ങുമ്പോൾ ദിനരാജ് നോക്കുമ്പോൾ കട്ടിലിങ്ങനെ കുലുങ്ങുകയാണ്. ഇയാൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും ഉറക്കമില്ലാതെ കിടക്കുകയാണ് മനോരമ. ഇത് കണ്ട ദിനരാജ് കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് മനോരമ ഒരു രഹസ്യം ദിനരാജിനോട് പറയുന്നത്. അത് കേട്ട് അയാൾ ഞെട്ടിപ്പോയി. ഈ 62-ാമത്തെ വയസ്സിൽ മനോരമ പറഞ്ഞ രഹസ്യം എന്തായിരിക്കും? അതും സ്വന്തം ഭർത്താവിനോട്. വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. മനോരമയുടെ വീടിനടുത്ത് താമസിക്കുന്ന 5 ചെറുപ്പക്കാരിൽ ഒരാളാണ് ആദമലി. ആദമലിക്ക് 20 വയസ്സാണ്. മറ്റു 4 പേരിൽ ഒരാളുടെ ബന്ധു കൂടിയാണ് ഈ ആദമലി. അയാൾക്കാണ് ഇവരിൽ ഏറ്റവും പ്രായം കുറവ്. ഇയാൾക്ക് ഒരു കുഴപ്പമുണ്ട്. ഇയാൾ പബ്ജി എന്ന ഗെയിമിന് വളരെ അഡിക്റ്റാണ്. ഗെയിമിൽ തോൽക്കുകയോ മറ്റോ ചെയ്താൽ അലിക്ക് കടുത്ത ദേഷ്യം വരും. പിന്നെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കും. ആ ദേഷ്യം കൂടെയുള്ള മറ്റു 4 പേരുടെ ദേഹത്ത് തീർക്കും. ഇതൊക്കെയാണ് പതിവ്. അലിയുടെ ആക്രമണം മറ്റു 3 പേരും സഹിക്കുന്നത് തന്നെ അതിലുള്ള 4-ാമൻ്റെ ബന്ധു ആയതുകൊണ്ട് മാത്രമാണ്. ആ പയ്യൻ്റെ മുഖം നോക്കി ആരും അലിയെ തിരിച്ചൊന്നും ചെയ്യില്ല. എന്നാലും എല്ലാവർക്കും പേടിയാണ് ഇവൻ ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അലി കൂളാവുകയും ചെയ്യും. എല്ലാവരും ഷെഡിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അലി മാത്രം മിക്ക ദിവസവും ആ പണി നടക്കുന്ന വീടിൻ്റെ ടെറസിലായിരിക്കും കിടപ്പ്. അലി ടെറസിൽ ഇങ്ങനെ കിടക്കുമെങ്കിലും അയാളുടെ ശ്രദ്ധ മുഴുവനും മനോരമയുടെ വീട്ടിലോട്ടാണ്. അങ്ങനെ ഒരു ദിവസം ഗെയിം കളിച്ചുകൊണ്ടിരുന്ന അലിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണ് കൊല നടത്താൻ. ഒരാളെ മനോഹരമായിട്ട് തട്ടണം. ഗെയിമിലെ പോലെയാണ് അത് അലി കാണുന്നത്. ഒരാളെ ആരും അറിയാതെ തട്ടിയിട്ട് ഗെയിമിലെ പോലെ എസ്കേപ്പ് ആവണം. പോലീസ് പിടിക്കാതെ കൊലപാതകം ചെയ്ത സ്പോട്ടിൽ നിന്നും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും പോലെ പോലീസിൽ നിന്നും രക്ഷപ്പെട്ട് സ്വന്തം നാടായ പശ്ചിമ ബംഗാളിലെ വീട്ടിലെത്തണം. എന്നാൽ ഗെയിം സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്തു. ഇത് ഒരു ത്രില്ലിംഗ് ഗെയിമായിട്ടാണ് ഇവൻ കാണുന്നത്. ഇനി ഇത് നടപ്പിലാക്കണം. ഇത് നടപ്പിലാക്കാനായിട്ട് ഒരു ഇരയെ ആവശ്യമാണ്. ഈ ഇരയാണ് അലി ഇങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കും പാവം വൃദ്ധയായ മനോരമയിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയത്. അവരാണെങ്കിൽ സ്വന്തം മക്കളെപ്പോലെ മനസ്സുകൊണ്ട് ദത്തെടുത്തിരിക്കുകയാണ് ഈ 5 പേരെയും.
അന്ന് രാത്രി മനോരമ ഭർത്താവിനോട് പറഞ്ഞ രഹസ്യം എന്തെന്നാൽ, എനിക്ക് ഇവർ 5 പേരും എല്ലാവരെയും പോലെ അന്യസംസ്ഥാന തൊഴിലാളികളല്ല, എൻ്റെ മകനെ പോലെയാണ്. ഞാൻ അവരെ ഇവിടെ നിന്ന് ഒരിടത്തും വിടുകയില്ല. എന്നെക്കൊണ്ടാവും പോലെയൊക്കെ ഇവരെന്നെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്കിവരെ പിരിയാൻ പറ്റില്ല എന്ന്. ദിനരാജിന് ഇതൊരു ഞെട്ടലായിരുന്നു. അയാൾ ഓവർ സ്നേഹം കാണിക്കുന്നത് നല്ലതല്ലെന്നും എല്ലാ ആവശ്യത്തിനും മതിയെന്നും ഭാര്യയ്ക്ക് താക്കീത് കൊടുത്തു. മനോരമയുടെ തലയിലാണെങ്കിൽ അതൊന്നും കയറിയതുമില്ല. അവർ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ മിച്ചവും എല്ലാം ഈ ബംഗാളികൾക്ക് കൊടുക്കുകയാണ്. അതായത് വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഒരു ഓഹരി എല്ലാ ദിവസവും ഈ ബംഗാളികൾക്ക് കൊടുത്തിരുന്നു. ഇവർ ഐസ് വാട്ടറൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ മറ്റാവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ട് മനോരമയുടെ അടുത്തും വരുമായിരുന്നു. അങ്ങനെ 2022 ഓഗസ്റ്റ് 7-ാം തീയതി, അതൊരു ഞായറാഴ്ച ദിവസമാണ്, വീട് പണി തകൃതിയിൽ നടക്കുന്നതിനാൽ അന്നും ദിനരാജിന് പോകേണ്ടി വന്നു. പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞായറാഴ്ചയും പണിക്കാർ വരും. അയാൾ രാവിലെ 10 മണിയോടെ പോയി. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിലും പോയിരിക്കുകയാണ്. ദിനരാജ് പോകുന്നത് അലി ആ ടെറസിൽ നിന്നും കണ്ടു. അപ്പോൾ അയാൾ ആ ടെറസിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭർത്താവ് പോകുന്നത് നോക്കിക്കൊണ്ട് നിന്ന മനോരമയെ അലി ആ ടെറസിൽ നിന്ന് നോക്കി ചിരിച്ചു. മനോരമയും തിരിച്ചു ചിരിച്ചു. മനോരമയോട് അമ്മേ ചേട്ടൻ എവിടെ പോയി എന്ന് അലി ചോദിക്കുകയാണ്. മനോരമ കാര്യം പറഞ്ഞു. പണിസ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്, ഇനി വൈകുന്നേരം എത്തുമെന്ന്. തിരിച്ചവൻ ചോദിക്കുകയാണ് മറ്റുള്ളവരെവിടെ പോയി എന്ന്. മനോരമ. അതിന് ചിരിച്ചുകൊണ്ട് അലി പറഞ്ഞു അവർ ആരും എഴുന്നേറ്റില്ല, എല്ലാവരും സുഖ ഉറക്കമെന്ന്. ശരി എന്നും പറഞ്ഞ് മനോരമ ഗേറ്റും അടച്ച് വീട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു. അവരുടെ വായിൽ നിന്നും ദിനരാജ് പോയ സ്ഥലം അറിഞ്ഞപ്പോൾ അവന് സന്തോഷമായി. ഇനി വൈകിട്ടല്ലേ അയാൾ വരികയുള്ളൂ. അവൻ നേരെ ആ വീടിൻ്റെ മതിൽ ചാടാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ മതിൽ ചാടുക എന്നത് അത്ര ഈസിയല്ല. കാരണം ആ മതിൽ മുഴുവൻ അങ്ങോളം ഇങ്ങോളം ആണിയടിച്ച് വച്ചിരിക്കുകയാണ്. മാത്രമല്ല മതിലിന് അത്യാവശ്യം പൊക്കവും ഉണ്ട്. അലി അതിന് ഒരു വഴി കണ്ടെത്തി. 2 തൊണ്ടുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ വല്ല വിധേനയും ആ മതിൽ ചാടുകയാണ്. വളരെ കഷ്ടപ്പെട്ട് അവനത് സാധിച്ചെടുത്തു. ശേഷം മനോരമയുടെ വീടിൻ്റെ അടുക്കള ഭാഗത്തെത്തിയിട്ട് അവരെ അമ്മ അമ്മ എന്നിവൻ വിളിക്കുകയാണ്. ഈ വിളിയും കേട്ട് ആ സ്ത്രീ ഇറങ്ങി വന്നു. ഉടനെ ഇവൻ കുറച്ച് ഐസ് വാട്ടർ വേണമെന്നായി കുടിക്കാൻ. ഗേറ്റ് തുറന്ന ശബ്ദം പോലും കേട്ടില്ലല്ലോ, പിന്നെ ഇവൻ എങ്ങനെ ഇവിടെ എത്തി എന്ന് മനോരമ ചിന്തിച്ചു. അവർ എങ്ങനെ നീ വന്നു എന്ന് ചോദിക്കാൻ തുടങ്ങിയതും അലി വെള്ളം അത്യാവശ്യമാണെന്ന് കൈകൊണ്ട് കാണിക്കുകയാണ്. അതോടെ പാവം ദാഹിച്ച് വലഞ്ഞു നിൽക്കുകയല്ലേ എന്ന് വെച്ചിട്ട് മനോരമ വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി. ഇവൻ പിന്നാലെ ചെന്നിട്ട് ആ സ്ത്രീയെ പിന്നിക്കൂടി ചുറ്റി പിടിക്കുകയാണ്. മനോരമ നിലവിളിച്ചുകൊണ്ട് കൈ വിടുവിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. മനോരമയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിരുന്നു അലിയുടെ പ്ലാൻ. എന്നാൽ അവർ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങിയതോടെ അവൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ വഴുതി പോകാൻ തുടങ്ങി. ഈ ഗെയിമിൽ താൻ തോൽക്കുകയാണ് എന്ന് തോന്നിയ അവന് പബ്ജി തോൽക്കുമ്പോഴുള്ള അതേ ദേഷ്യം തലയിൽ ഇരച്ചു കയറുകയാണ്. ശരിക്കും അവരൊരു മൃഗമായി മാറി. പാൻറ്റിൻ്റെ പോക്കറ്റിൽ കരുതിയിരുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഈ സവാള അരിയാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു തരം ഷാർപ്പ് കത്തിയുണ്ട്. ഇവൻ അതും കൊണ്ടാണ് വന്നത്. അതിവൻ പുറത്തെടുത്തു. മനോരമയുടെ കഴുത്തിൻ്റെ സൈഡിൽ അത് ആഴത്തിൽ കുത്തിയിറക്കി. പിടഞ്ഞ് വീണ് മനോരമ മരിച്ച ശേഷം അവൻ ആ ബോഡി വലിച്ചിഴച്ച് വീടിൻ്റെ പിറകു വശത്തെ മതിലിൽ കൊണ്ട് ചാരി നിർത്തുകയാണ്. ശേഷം വീടിനുള്ളിലെ രക്തമൊക്കെ തുടച്ചു മാറ്റി. എന്നിട്ട് ഈ ബോഡി കൊണ്ടുപോയ മതിൽ വരെയുള്ള ആ ബ്ലഡ് വീണ ഭാഗത്തൊക്കെ ഇവ മണ്ണ് കൊണ്ടിങ്ങനെ തേച്ച് മായ്ക്കുകയാണ്. മനോരമയുടെ വീടിൻ്റെ പിറകു വശത്ത് ഒരു 2 നില വീടുണ്ട്. ആ വീട്ടിലാണെങ്കിൽ ആരും താമസമില്ലാതെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. മനോരമയുടെ ബോഡി മതിലിൽ കൂടി ആ വീടിൻ്റെ മുറ്റത്തേക്ക് ഇവൻ എടുത്തങ്ങിട്ടു. എന്നിട്ട് തൊണ്ട് കയ്യിൽ പിടിച്ച് അലിയും അവിടേക്ക് തന്നെ ചാടി. പിന്നീട് ഇവൻ ചെയ്തത് ആഹാരവും വെള്ളവും കൊടുത്തിരുന്ന ആ സ്ത്രീയെ വലിച്ചിഴച്ച് ആ വീടിൻ്റെ പിറകു വശത്തുള്ള കിണറ്റിലേക്ക് കൊണ്ടിടുകയാണ്. വെറുതെ കൊണ്ടിടുകയല്ല ചെയ്തത്. ബോഡി പൊങ്ങി വരാതിരിക്കാനായിട്ട് അവരുടെ 2 കാലിലും ചുടുകട്ട വച്ച് കെട്ടിയാണ് ഇവൻ കൊണ്ട് തള്ളുന്നത്. ആ കിണർ ഒരു മൂടി കൊണ്ട് മൂടി വച്ചിരിക്കുകയായിരുന്നു. ആ മൂടിയും വലിച്ചു പറിച്ച് കളഞ്ഞിട്ടാണ് ഈ ബോഡി കൊണ്ട് തള്ളുന്നത്. ഇതെല്ലാം ചെയ്ത ശേഷം അലി നേരെ താമസിക്കുന്ന ഷെഡിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഉറക്കം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇവൻ പെട്ടെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി.
എവിടെ പോകുന്നുവെന്ന് മറ്റുള്ളവർ ചോദിച്ചു. കാരണം ഇവൻ്റെ മുഖത്ത് നല്ലൊരു പരിഭ്രമം അവർ കണ്ടു. അലി പറഞ്ഞത് അപ്പുറത്തെ വീട്ടിലെ അമ്മയുമായിട്ട് ചെറിയ വഴക്കുണ്ടായി. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ അവരുടെ ഭർത്താവ് വന്ന് എന്നെ അടിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് അലി അവിടെ നിന്ന് മുങ്ങി. മറ്റുള്ളവർക്ക് ഒന്നും പിടികിട്ടിയില്ല. പോകാൻ നേരം ആരും അറിയാതെ കൂടെയുള്ള ഒരാളുടെ സിമ്മും കട്ടെടുത്തുകൊണ്ടാണ് ഇവൻ സ്ഥലം വിടുന്നത്. പോകുന്ന വഴി അവൻ്റെ സിമ്മ് ഊരി കളഞ്ഞിട്ട് ഈ സിമ്മ് ഫോണിലേക്ക് ഇട്ടു. എന്നിട്ട് ഇവൻ നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. നേരത്തെ പശ്ചിമ ബംഗാളിലേക്കുള്ള ട്രെയിൻ നോക്കി വച്ചിരിക്കുകയായിരുന്നു ഇവൻ, എപ്പോഴാണ് ഇവിടുന്ന് ട്രെയിൻ ഉള്ളതെന്നൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് പണിക്കാർക്ക് വീട്ടിൽ ചോറ് പൊതി റെഡിയാക്കി വച്ചത് എടുക്കാൻ ദിനരാജ് മറന്നിരുന്നു. അതെടുക്കാനായിട്ട് അയാൾ പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. വന്നപ്പോൾ ഗേറ്റ് കുറ്റിയിട്ടിരിക്കുകയാണ്. അയാൾ ഗേറ്റ് തുറന്ന് അകത്ത് കയറി. വീടിൻ്റെ മുൻവശം അടച്ചിട്ടുമുണ്ട്. ബെല്ലടിച്ചിട്ടും മനോരമയുടെ ഒരു അനക്കവുമില്ല. അതോടെ ഇയാൾ മനോരമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. എന്നാൽ അതും കൂടെ എടുക്കാതായതോടെ ദിനരാജ് വീടിൻ്റെ പിറകുവശത്തെത്തി. അപ്പോഴുണ്ട് അടുക്കള തുറന്നു മലന്ന് കിടക്കുകയാണ്. അകത്ത് കയറി നോക്കിയിട്ട് മനോരമയെ കാണാതായതോടെ ദിനരാജ് അയൽപക്കത്തെ വീട്ടിലേക്ക് ഓടി. അവിടെ ചെന്ന് ചോദിക്കുകയാണ് മനോരമയെ കണ്ടോ എന്ന്. അപ്പോൾ ആ വീട്ടമ്മ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ നിന്നും കുറേ മുമ്പ് ഒരു ബഹളം കേട്ടതായി തോന്നി. ഒരു വിളിയാണ് ഞാൻ കേട്ടത്, പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് പോയി നോക്കിയില്ല എന്ന്. ഇതും കൂടി കേട്ടപ്പോൾ വല്ലാത്ത ഭയം തോന്നുന്ന ദിനരാജ് ബന്ധുക്കളെയൊക്കെ വിളിച്ച് വിവരം പറഞ്ഞു. കൂട്ടത്തിൽ പോലീസിനെയും വിളിച്ചു. പോലീസ് സംഭവ സ്ഥലത്തെത്തി. വീടൊക്കെ ഇങ്ങനെ പരിശോധിക്കുകയാണ് പോലീസ്. മനോരമയുടെ ഫോണാണെങ്കിൽ മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. അതിലേക്ക് പ്രത്യേകിച്ച് ആരും വിളിച്ചിട്ടുമില്ല. ദിനരാജ് അല്ലാതെ വേറെ ആരും വിളിച്ചിട്ടില്ല. എന്നാൽ അടുക്കളയിൽ ഒരു രക്തത്തിൻ്റെ ഗന്ധം പോലീസിന് ഫീൽ ചെയ്തു. പോലീസ് വീടിന് ചുറ്റും നടന്നിങ്ങനെ നോക്കുകയാണ്, എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് ഷെഡ് കെട്ടിക്കിടക്കുന്ന ആ ബംഗാൾ സ്വദേശികളെ കാണുന്നത്. പോലീസ് നേരെ ആ 4 പേരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു. അവരോട് സംസാരിച്ചപ്പോഴാണ് ഇതിൽ ഒരുവൻ മിസ്സിംഗ് ആണെന്ന് അറിയുന്നത്. മറ്റുള്ളവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, അപ്പുറത്തെ മനോരമ അമ്മയോട് വഴക്കിട്ടു എന്നും പറഞ്ഞ് ആദമലി ഉച്ചയോടെ ബാഗും കൊണ്ട് പോയി. മിക്കവാറും അവൻ നാട്ടിലേക്കായിരിക്കും പോയിരിക്കുക. അപ്പോൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് കാര്യം പിടികിട്ടി, ഇതിലിവൻ എന്തോ പങ്കുണ്ടെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് പോലീസിന് മണ്ണിലെ രക്തം ശ്രദ്ധയിൽപ്പെടുകയാണ്. മണ്ണിലെ രക്തം വീണ ആ ഒരു ഭാഗം ഇങ്ങനെ പിന്തുടർന്ന് പോയപ്പോഴാണ് ആ പിറകു വശത്തുള്ള ഇരുന്നല്ല വീട്ടിലേക്ക് പോലീസിൻ്റെ ശ്രദ്ധ പോയത്. അവിടെ എത്തിയ പോലീസ് ചുറ്റുപാടും പരിശോധിക്കുന്ന സമയത്ത് ആ കിണർ ശ്രദ്ധിച്ചു. അതിൻ്റെ മൂടിയാണെങ്കിൽ ഇങ്ങനെ ആരോ വലിച്ച് തറയിലോട്ട് ഇട്ടിരിക്കുകയാണ്. കിണറ്റിലെത്തി നോക്കിയപ്പോൾ ഒന്നും കാണാനും കഴിയുന്നില്ല, എന്നാൽ നിറച്ച് വെള്ളവുമുണ്ട്. ഉടനെ തന്നെ പോലീസ് ആ വീട്ടിനുടമയെ ഫോൺ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ അവിടെ താമസമില്ലാത്തത് കൊണ്ട് കിണർ എപ്പോഴും മൂടി വെച്ച് അടച്ചിട്ടിരിക്കും. ഒരാഴ്ച മുമ്പും കൂടി ഞങ്ങൾ അവിടെ വൃത്തിയാക്കാൻ വന്ന സമയത്തും ആ മൂടി അടച്ചു തന്നെയാണ് ഇരുന്നത്. ഇതോടെ പോലീസ് ഫയർഫോഴ്സിനെ അപ്പോഴാണ് മനോരമയുടെ ബോഡി കാലിൽ ചുടുകട്ട കെട്ടിയ നിലയിൽ കിട്ടുന്നത്. ഇതിനിടയിൽ പോലീസ് തമ്പാനൂരിൽ നിന്നും ഇവൻ കയറിയ ട്രെയിനിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കി ചെന്നൈയിൽ നിന്നും ഇവനെ പിടികൂടുകയും ചെയ്തു. പശ്ചിമ ബംഗാളിൽ എത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിട്ട് നേരത്തെ പോലീസ് പശ്ചിമ ബംഗാൾ പോലീസുമായി സംസാരിച്ച് കാര്യങ്ങൾ നീക്കിയിരുന്ന ഘട്ടത്തിലാണ് ചെന്നൈയിൽ വച്ച് ആദമലി പിടിയിലായത്. പിടിയിലായ ആദമലി പോലീസിനോട് പറഞ്ഞത് കേട്ട് അവരൊക്കെ അമ്പരന്നു പോയി. ഒരു കൂസനുമില്ലാതെ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനൊരു ത്രില്ലിംഗ് ഗെയിം പോലെയാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിടിതരാതെ എൻ്റെ നാടായ പശ്ചിമ ബംഗാളിലെ വീട്ടിലെത്തിയാലേ ഈ ടാസ്ക് ഞാൻ ഫിനിഷ് ചെയ്യുകയുള്ളൂ, ഞാൻ ജയിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ തോറ്റു. ഇതും പറഞ്ഞിട്ട് ആദമലി അക്രമാസക്തനായി എന്നാണ് പോലീസ് പറയുന്നത്. 3 വർഷത്തിന് ശേഷം ഇവനെ കോടതി ജീവപര്യന്തം ശിക്ഷിക്കുകയാണ്. കൂട്ടത്തിൽ 90,000 രൂപ പിഴയും വിധിച്ചു. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി